ഇനി അതേപോലെ ഒരു പരാമർശം, അതേപോലെ എന്നുള്ളതല്ല, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ചെറ്റ എന്നൊരു, ഞാൻ മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പുള്ള ഒരു ടെലിവിഷൻ ചർച്ച ഓർക്കുകയാണ് കേട്ടോ. ആ, നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല ചെറ്റ എന്നൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. റഹീമ റഹീം അതിനെ അതിനിശ്ചിതമായി വിമർശിക്കുകയാണ്. വിമർശിക്കുന്ന സമയത്ത് ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞ രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരെ ചെറ്റയെന്നല്ലേ വിളിക്കേണ്ടത് എന്ന പരാമർശം എടുത്തു കാണിക്കുക. റഹീമിന് മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റുമോ? ചെറ്റ എന്ന് പറയുന്നത് അധകൃതന്റെ, അടിസ്ഥാന വർഗത്തിന്റെ, പിന്നാക്കക്കാരുടെ ജീവിക്കുന്ന ഇടമാണ്, അത് പറയാൻ കഴിയില്ല എന്ന രാഷ്ട്രീയം പറയുന്ന മനുഷ്യന്മാരെ റഹീമിന്റെ കുഴപ്പമല്ലത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തെ പഠിപ്പിച്ചത് അങ്ങനെയാ. പക്ഷെ റദ്ദ് ചെയ്ത് കളയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ. അങ്ങനെ നോക്കൂ, അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് ഒപ്പം ചേർന്ന, കൈ പിടിച്ച, കൊടി പിടിച്ച മനുഷ്യരുടെ രാഷ്ട്രീയം പിൻപറ്റുന്നവരല്ലേ ഇവര്, അല്ലേ? അപ്പൊ ആ അധിക്ഷേപത്തിന് എങ്ങനെയാണ് കൂട്ടുനിൽക്കുക? ആ വാക്കുകൾക്ക് എങ്ങനെയാണ് രാഷ്ട്രീയം ആരോപിക്കാൻ കഴിയുക? അപ്പൊ പഴയ വർത്തമാനത്തിലേക്ക് ഇനി ആ വാക്കുകൾക്കപ്പുറത്ത് നിഘണ്ടുവില്ലെന്ന്. നിഘണ്ടുവില്ലെങ്കിൽ അത് പരിമിതിയാന്നേ, അത് ഭാഷാപരിമിതി, അത് അവനവന്റെ പരിമിതിയാ, സമൂഹത്തിന്റെ പരിമിതിയല്ല. വർഗവഞ്ചകൻ എന്നതിനപ്പുറത്ത് പാർട്ടിയിൽ നിന്ന് ഒറ്റുകൊടുത്തപ്പെട്ടു എന്ന് ഒരാൾക്ക് ബോധ്യമുണ്ടാകുന്ന ഒരാളെ വിളിക്കാൻ എന്ത് വാക്ക് വേണം ഒരു കമ്മ്യൂണിസ്റ്റിന്? പോരാ, ചെറ്റ എന്ന് വിളിക്കണമെന്ന് തോന്നുന്നത് അവനവന്റെ പരിമിതിയാ, സമൂഹത്തിന്റെ പരിമിതിയല്ല, അടിസ്ഥാന വർഗത്തിന്റെ പരിമിതിയല്ല, അവനവന്റെ ഭാഷാപരവും രാഷ്ട്രീയപരവുമായ പരിമിതിയാണ്. പറഞ്ഞു പോകാതെ ഇരിക്കാൻ കഴിയില്ല.